ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MSEC ടിപ്സ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചുവന്നുള്ളി, ഉലുവ, വെളുത്തുള്ളി എന്നീ 3 ഔഷധ പദാർത്ഥങ്ങൾ നമ്മുടെ അടുക്കളയിലുള്ള ഈ 3 സാധനങ്ങളെ കുറിച്ചാണ്. ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇവ നമ്മൾ അറിയാതെ പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ചുവന്നുള്ളിയെക്കുറിച്ച് പറയാം. ചുവന്നുള്ളി നമ്മുടെ ഭക്ഷണത്തിന് രുചി കൂടാൻ നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണ്. ധാരാളം ഔഷധ മൂല്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. രോഗങ്ങൾ, വയറുവീക്കം, ശ്വാസകോശ രോഗങ്ങൾ, അർശസ്, മുറിവുകൾ എന്നിവ ഇല്ലാതാക്കാൻ ഇതിന് കഴിയും. ക്ഷയരോഗങ്ങളെ നശിപ്പിക്കാനുള്ള ഇതിൻ്റെ കഴിവ് വളരെ പ്രസിദ്ധമാണ്. നല്ലൊരു രസായനവും കൂടിയാണിത്. ഇത് അരിഞ്ഞ് ഉണക്കി പൊടിച്ച് തേനിൽ ചേർത്ത് കഴിച്ചാൽ അർശസിന് ശമനം കിട്ടും. അർശസ് ഉള്ളവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇത് അർശസ് മൂലം രക്തം പോകുന്നവർക്കൊക്കെ ഇത് ഉപകാരം തന്നെയാണ്. ഇനി അടുത്തതായി ഞാൻ ഉലുവയെക്കുറിച്ച് ഇവിടെ പറയാം. ഇതിന് ഒട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട്. വാതം, കഫം, രക്തവാതം, രുചിയില്ലായ്മ എന്നിവ ഇല്ലാതാക്കാൻ ഇതിന് കഴിയും. മൂത്രശുദ്ധിക്കും ആർത്തവശുദ്ധിക്കും ഇത് വൻതോതിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഉലുവയിട്ട് കഞ്ഞി വെച്ച് കഴിച്ചാൽ പ്രസവിച്ച സ്ത്രീകൾക്ക് ധാരാളം മുലപ്പാൽ വർദ്ധിക്കും. മുടികൊഴിച്ചിലിനും കേശവർദ്ധനവിനും ഇത് അരച്ച് കലക്കിയ എണ്ണ നമുക്ക് ഉപയോഗിക്കാം. നല്ല മാറ്റമുണ്ടാകും. ഇത് കഷായം വെച്ച് കഴിച്ചാലും വളരെ ഉത്തമം തന്നെയാണ്. പ്രസവിച്ച സ്ത്രീകൾ പ്രസവാനന്തരം ഇത് വേവിച്ച് കഴിച്ചാൽ അവർക്ക് ഗർഭാശയം ചുരുങ്ങാനും ഗർഭാശയം ശുദ്ധമാവാനും ഒക്കെ ഒരു നല്ലൊരു ഔഷധം തന്നെയാണിത്. ഇത് വേവിച്ച് വെള്ളം അരിച്ചെടുത്ത് കുടിച്ചാൽ വായുക്ഷോഭം, വയറുവേദന എന്നിവ കുറയും. പിന്നെ ആർത്തവ ശുദ്ധീകരണത്തിനും വളരെ നല്ലതാണ് ഉലുവ. ഇതിൽ ധാരാളം കൊഴുപ്പുള്ളതിനാൽ പ്രമേഹ രോഗികൾ ഇത് ശ്രദ്ധിക്കണം. അവർ ഇത് കഴിക്കുമ്പോൾ വറുത്ത് പൊടിച്ച് കഴിക്കുന്നതാണ് നല്ലത്. അടുത്തായി നമുക്ക് വെളുത്തുള്ളിയെക്കുറിച്ച് പറയാം. പണ്ട് മുതലേ നിരവധി രോഗങ്ങൾക്കും രോഗാവസ്ഥകൾക്കുമുള്ള ഔഷധമായി വെളുത്തുള്ളി ഉപയോഗിച്ചു വരുന്നുണ്ട്. സൾഫർ അടങ്ങിയ വസ്തുക്കളുടെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഇതിന് രൂക്ഷഗന്ധം കൂടുതലായി കാണുന്നത്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പ്രതിരോധത്തിന് കാരണമായ അലിസിനാണ് വെളുത്തുള്ളിയിലെ പ്രധാന ഘടകം. വെളുത്തുള്ളി അരിയുകയോ നുറുക്കുകയോ ചെയ്ത ശേഷം കുറച്ചു നേരം വെറുതെ വെച്ചാൽ മാത്രമേ അലിസിൻ കൂടുതലായി ഉണ്ടാകുകയുള്ളൂ. സെലിനിയവും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ അയോഡിൻ, അലീൻ തുടങ്ങിയ ശരീരത്തിലെ ദഹന വ്യവസ്ഥയിലും ശരീരപ്രതിരോധ വ്യവസ്ഥയിലും ഗുണങ്ങൾ ഉണ്ടാക്കുന്നതിന് പുറമെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും ഇതിന് കഴിയും. ഈക്കോളി, സാൽമോണല്ല തുടങ്ങിയ രോഗാണുക്കളെ ഇല്ലാതാക്കി വിഷവാതകളെ സാധ്യതകൾ ഇല്ലാതാക്കാനും വെളുത്തുള്ളിക്ക് കഴിയും. വെളുത്തുള്ളി അപ്പോൾ നമ്മൾ കറിയിലൊക്കെ ധാരാളം കഴിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നല്ലൊരു ഗുണങ്ങൾ അടങ്ങിയ സാധനങ്ങൾ തന്നെയാണ് ഈ വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ അടങ്ങിയ അയോഡിൻ, പുഴുക്കടി, അത്ലറ്റ്സ് ഫുഡ് തുടങ്ങിയ തൊലിയിലെ വിവിധ അണുബാധകൾക്കും ഫലപ്രദമായ ഒരു മരുന്നാണിത്. അപ്പോൾ ഈ 3 ഔഷധ പദാർത്ഥങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണ പദാർത്ഥത്തിലൊക്കെ ഇത് ധാരാളം ഉൾപ്പെടുത്തുക.